സോളാറിൽ പാർട്ടി നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് എം.വി. ഗോവിന്ദൻ. ജുഡീഷ്യൽ അന്വേഷണം അന്ന് ആവശ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി സമ്മതിക്കുകയായിരുന്നു. ഇതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടത് നടപ്പാക്കാത്തതിൽ വീഴ്ചകളൊന്നുമില്ല. എല്ലാ മുദ്രാവാക്യങ്ങളും നടപ്പിലാകണമെന്നില്ല. എത്ര കാലമായി ഇൻകുലാബ് സിന്ദാബാദ് എന്ന് ഞങ്ങളും നിങ്ങളുടെ യൂണിയനും വിളിക്കാൻ തുടങ്ങിയിട്ട് അത് നടപ്പിലായോ? ഇന്നോ നാളെയോ നടപ്പിലാകുമെന്ന പ്രതീക്ഷയെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ഞാൻ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്ന പാർട്ടിയല്ലേ. അതിനെ ചർച്ചയില്ല. അത് സോളാറുമായി ബന്ധപ്പെട്ട അത് ഒരു വിവാദവും ഇല്ലല്ലോ, അവസാനിക്കും. ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് പറയും, മാധ്യമങ്ങളോട് ഞാൻ കുറേ പറയാൻ തുടങ്ങി. നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുക, ആ അജണ്ടയോട് ഞങ്ങളുടെ പ്രതികരണം ചോദിച്ച് ചർച്ചയാക്കുക. അതിന് ഞങ്ങളില്ല. നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്തോ നടത്തിക്കോ, നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുക, നിങ്ങൾ തന്നെ അവസാനിക്കും. അപ്പോൾ സോളാറിൻ്റെ കാര്യത്തിൽ പറയുന്നു കൃത്യമായിട്ട് അവസാനിക്കുന്നുണ്ട്. ഇനി അതിന് മറുപടി വരുന്ന കാര്യം ഞങ്ങൾക്കില്ല. ഈ അന്ന് വലിയ സമരമായിരുന്നു. അപ്പൊ അതിൽ ഒത്തുതീർപ്പ് ചർച്ചയിലേക്ക് പോയി എന്നതാണ് അവരുടെ. അല്ല, അതിൽ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അന്ന് മുഖ്യമന്ത്രിയാണ് കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് പറഞ്ഞത്. എൻ്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ടേംസ് ഓഫ് റെഫറൻസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ജുഡീഷ്യലായിട്ട് തീരുമാനിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മുദ്രാവാക്യമല്ലേ അത് എല്ലാ അംശവും നിർവഹിക്കുന്നതാണ്. ഞാൻ ഇൻകുലാബ് സിന്ദാബാദ് തൊട്ടുകൊണ്ടായിരിക്കും മുദ്രാവാക്യം ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം എത്രയോ പോലെ നിങ്ങളും വിളിക്കുന്നുണ്ട്, ജേർണലിസ്റ്റുകളും വിളിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? വിപ്ലവം ജയിക്കട്ടെ. ജയിച്ചോ? അപ്പൊ ഉടനെ ജയിക്കും. അവിടെ ഇപ്പൊ ജയിച്ചോ? അതായി. അപ്പൊ എല്ലാ മുദ്രാവാക്യം വിളിച്ചത് മുമ്പ് അപ്പത്തിന് നടപ്പിലാക്കുന്ന സ്ഥിതിയിലാണ് വേണ്ട. അങ്ങനെ തിരിച്ചിരിക്കുന്നതാണ് അപകടം. ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അന്വേഷണം. അത് അന്വേഷണത്തിന്റെ ഭാഗം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടല്ലേ അതിന് ശേഷം വന്ന മുഴുവൻ പ്രശ്നം കൃത്യമായി സങ്കീർണമായത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു ഇതിന്റെ കാര്യം. കോൺഗ്രസ് ഉൾപ്പെടെ പറയുന്നത് ഈ